ആടിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മിഥുനുമായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പം മിഥുന്റെ അടുത്ത് മിഥുൻ ഇങ്ങനെ പല കാസ്റ്റിങ് ജയസൂര്യയിലേക്കും ഞാനിലേക്കും മാത്രമേ എത്തിയിട്ടുള്ളൂ, വിനായകനിലേക്കും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഫിക്സ് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഈ മിഥുന്റെ സ്ക്രിപ്റ്റ് എഴുത്തിലൊരു കുഴപ്പമുണ്ട്. അതായത് നമുക്ക് മിഥുൻ ഈ ആദ്യമൊക്കെ ഈ ഫുൾ ഡയലോഗ്സിലൊന്നും എഴുതത്തില്ല. അതൊക്കെ അവിടെ ചെന്നിരുന്ന് ആ ആക്ടേഴ്സിന്റെ മാനറിസം വെച്ചൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചപ്പോ അറയ്ക്കൽ അബുവിനെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അയാൾക്ക് ഒരു നല്ല ഹൈറ്റും ഇതൊക്കെ വേണം, ആളുകൾ കണ്ടാൽ ഒരു ക്രൂരനായിട്ട് തോന്നുകയും പിന്നെ ഇതിൽ ഏറ്റവും പഞ്ചഭാവമാണ് എന്ന് തോന്നുകയും വേണം. അപ്പൊ സൈജുവിനെ എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയാം. കാരണം സൈജു കണ്ടാൽ ഇങ്ങനെ ഉണ്ടക്കണ്ണും ഇതൊക്കെ വെച്ചിട്ട് ഹൈറ്റൊക്കെ ആയിട്ട് ഇരിക്കുമെങ്കിലും ആട് ശുദ്ധനും പാവണമെന്നൊക്കെ ഞങ്ങൾ അതിനു മുമ്പ് പല രീതിയിൽ ഇടപഴകിയിട്ടുണ്ട്. അപ്പം ഞാനിത് മിഥുനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നോക്കാം, എൻ്റെ മനസ്സിൽ ഈ അറയ്ക്കൽ അബു സൈജുവിന് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിഥുനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ അയക്ക് അഭിനയിക്കാനെന്ന് പറയില്ല, അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ പറയില്ലേ, എന്തായാലും നമ്മളൊരു ട്രൈ ചെയ്യാണ്, ഇതേ ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അല്ല വിജയേട്ടാ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, രൂപവും ഭാവവും ഒക്കെ കറക്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കി പറയുന്നില്ല, കട്ട് ടു ഫ്രെയിം ഇവരെ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് അടയും ചക്കരയും പോലെ രണ്ടും നടക്കുക, ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻ എടുക്കുന്നു. അതിനുശേഷം ആട് 2 ചെയ്യണമെന്ന് ചെയ്യാമെന്ന് സൈജുവാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങോട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല അതായത് പിന്നെ നമുക്ക് ആട് ചെയ്യാം, ഞാൻ മിഥുനെ കൊണ്ട് സമീപിച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ വെരി ബ്രില്യന്റ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തൊട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സോ ക്ലോസ്. പുള്ളി എനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്താലും ഞാൻ പുള്ളിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്താലും അത് ഞങ്ങൾ അങ്ങനെ വലിയ ഈഗോ ക്ലാഷ് ഒന്നും ആൾക്കാരൊന്നും. ഒരു പരിധി വരെയും എൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ ആദ്യകാലത്തിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ ബ്രേക്ക് കിട്ടിയതിനു ശേഷം ഉള്ളൊരു എൻ്റെ സെലക്ഷൻ ഓഫ് മൂവീസ് ഉണ്ടായിരുന്നല്ലോ. സോ ദാറ്റ് വാസ് ഗൈഡൻസ് ഫ്രോം വിജയ്. അതായത് ഞാൻ വിജയ് വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ ചെയ്യണോ വേണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്. വാട്ട് എവർ വിജയ് ഈ ട്രിവാൻഡ്രം ലോഡ്ജ് നടക്കുന്നതിന് മുമ്പ് വിജയ് എന്തൊക്കെയാണ് ഒരു സ്വകാര്യ ചാനലിലെ VP ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടു. അന്ന് എന്തൊക്കെയാണ് എനിക്ക് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അളന്നിട്ട് ഓക്കെ നമ്മൾ ഇത് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. സൈജു എല്ലാത്തിനും ഒപ്പീനിയൻ എടുക്കും, അതിൽ എക്സ്പേർട്ട് എന്ന് തോന്നുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കും സൈജു. അത് എല്ലാ ആടിന്റെ സെറ്റിലും ഇങ്ങനെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് സൈജു സ്കോർ ചെയ്തോണ്ടിരുന്നത്. ആ കഥ പറഞ്ഞേ പറ്റത്തുള്ളൂ. അവിടെ അതൊരു ഇംപ്രവൈസേഷൻ സെറ്റാണ്, ഭയങ്കര ഇംപ്രവൈസേഷൻ സെറ്റാണ്. അതായത് ജയസൂര്യ എന്നൊക്കെ പറഞ്ഞാൽ ഈ ക്യാരക്ടർ ജീവിക്കുന്ന മനുഷ്യനാണ്. ഒരു ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പുള്ളി ആരും ഡിസ്റ്റർബ് ചെയ്യാനും പോകണം. പുള്ളി അവിടെ വീട്ടിലൊക്കെ എനിക്ക് പുള്ളി ഉറങ്ങുമെന്നൊന്നും തോന്നില്ല. നോട്ട്സ് എഴുതുക, അതായത് ഈ എൻ്റെ സീനിൽ ഇംപ്രവൈസേഷൻ എഴുതുകയാണ്. അതായത് ഞാൻ ഇങ്ങനെ എനിക്ക് നടുവേദനയുള്ള സീനിൽ എന്തൊക്കെ പറയാം, 1 2 3 4 ഒരു ഷീറ്റുമായിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് പുള്ളി ആ സീനിൽ നോക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ പുള്ളിക്ക് പിന്നെ ഫോൺ എടുത്തിട്ട് നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതെന്തായാലും കറക്റ്റ് ആയിരിക്കും. ധർമ്മജൻ പിന്നെ അങ്ങോട്ട് ഇടുകയാണ്, വിനായകൻ പിന്നെ ഒന്നും പറയില്ല, അവിടെ വന്നിട്ട് ഒരു കാര്യം കാണിക്കും, പക്ഷെ ആളുകളെ ഞെട്ടിക്കും. ഞാനിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു എൻ്റെ ക്യാരക്ടർ ഞാൻ തന്നെ ഡിറൈവ് ചെയ്തെടുക്കും. ഇങ്ങനെ ഈ പഠിപ്പിക്കാലോ, അപ്പൊ മിഥുൻ എന്നെ അങ്ങ് വിടും, എന്തെങ്കിലും ചെയ്യും. ബിക്കോസ് മിഥുനറിയാം ഇത് എന്റെയും കൂടെ സിനിമ ആയതുകൊണ്ട് ഇത് നന്നാവണം, ഞാൻ എന്തായാലും അതിനകത്ത് മോശപ്പെടുന്നൊരു കാര്യം ചെയ്യില്ല എന്ന് ഞാൻ. സൈജുവിന് ഈ നോർത്ത് ഇന്ത്യ പഠിച്ചത് കൊണ്ടും അതിന്റെ കൈ മലയാളത്തിന്റെ ചില പ്രശ്നങ്ങൾ, ചില വാക്കുകൾ ഇപ്പൊ കുറെ കിട്ടുന്നു. സൈജു ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും എക്സാമിന് പഠിക്കുന്ന പോലെ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് സൈജു എവിടെയാണ് സൈജുവിന്റെ ബുദ്ധി? ഒരു പേപ്പറുമായിട്ട് അതൊക്കെ എൻ്റെ അടുത്ത് വരും, ഡിയർ എന്റെ ഈ സീനിൽ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഡെഫിനറ്റ്ലി പറയാം, ഇങ്ങനെ പറയാം, താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞിട്ട് പോ. ഇതേപോലെ സൈജു ജയസൂര്യയുടെ അടുത്തേക്ക് എന്റെ ഈ സീനിൽ ഇങ്ങനെ ഞാൻ പറയാം, മറ്റേ ജയസൂര്യ മറ്റേ പേപ്പർ എടുത്തിട്ട് നീ വേണം ഇതെടുത്തു, ഇത് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചു, അടിപൊളി. അതുകൊണ്ട് ഇതേപോലെ ധർമ്മജന്റെ അടുത്ത് ഇങ്ങനെ പലയിടത്തും പോയിട്ട് ഈ പേപ്പർ എടുത്തോണ്ട് വന്നിട്ട് ഇതിൽ ഏതാണോ ബെസ്റ്റ് അത് അവിടെ പറയും. അപ്പൊ എന്താ സംഭവം പറഞ്ഞാൽ
നമ്മുടെ എല്ലാം ഒരു തലയിൽ വർക്ക് ചെയ്യുന്നത്. അതെ, ഇത് 4 തല വർക്ക് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് കോമഡിയാണ് വരുന്നത്. പണ്ടേ സൂത്രശാലി ആയിരുന്നു ഇൻ എ ഗുഡ് വേ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതാ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത്. അപ്പം ജയം പറഞ്ഞു. അല്ല, അത് ഒപ്പീനിയൻ എടുക്കുന്ന കാര്യത്തില് കാരണം ഈവൻ ഒരു ചാൻസ് ചോദിക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒപ്പീനിയൻ എടുക്കുന്ന കാര്യമാണെങ്കിലും യു ഡോണ്ട് ഹാവ് ദാറ്റ് ലൈക്ക് ചോദിക്കണോ വേണ്ടോ അങ്ങനെ ഒരു സംഭവം അതില്ല. ഇപ്പം നമ്മളിപ്പം എനിക്ക് അടി കിട്ടുന്ന ഒരു സീനുണ്ട് കൈപ്പഴ കുഞ്ഞപ്പം വന്നിട്ട്. സോ ഞാൻ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു ആ ഷോട്ട് എടുക്കുമ്പോൾ. എന്നെ ഒന്ന് കൈപ്പഴ കുഞ്ഞപ്പം അടിക്കുന്നു. അപ്പം വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നോർമൽ അടികൊള്ളലാണ് നമ്മൾ സീരിയസ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു സാധനം ഓൾറെഡി ഒരു ആക്ടർ ഒരു അടി കൊണ്ടപ്പോ ഇട്ടു ചെയ്തു. അപ്പൊ അത് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ ഞാൻ ഓരോ ആൾക്കാരുടെയൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ലോലനായിട്ട് അഭിനയിച്ച ഹരികൃഷ്ണൻ പറഞ്ഞ് ചേട്ടാ, അതായത് ഇങ്ങനെ അടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അടി കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, തിരിച്ചറിയുക, എന്നിട്ട് ചേട്ടനെ ഇത് ചെയ്യുക, അടിപൊളി സെറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കൈപ്പഴ കുഞ്ഞപ്പനായിട്ട് അഭിനയിച്ച വിനീത് എന്നെ പറഞ്ഞേ, അത് സൈജു ഞാൻ നിങ്ങളുടെ ഇത് ശരിയാക്കാം. ആയിക്കോട്ടെ, പുള്ളി പിടിച്ച് ഓക്കെ അപ്പൊ ഡബിലും കൂടെ ചെയ്തപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ആട് മൊത്തം സ്പോട്ട് ഇംപ്രവൈസേഷൻ ആണ്. എന്റെ കഥ എഴുതുക എന്നുള്ളത്. പിന്നെ മിഥുനൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ആരെന്ത് കോമഡി പറഞ്ഞാലും ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സാധനം അടുത്ത് പഠിപ്പിച്ച നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ചെന്ന് പോയതിന്റെ വലിയ കാര്യമൊന്നുമില്ല. സമ്മതിക്കില്ല, റെസ്പോൺസ് തരും. പക്ഷേ ഓക്കെ, ഈ മൂവിയിൽ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞവരുണ്ട്. എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്? ഒരു പെർട്ടിക്കുലർ റിസ്ക് ഫാക്ടർ എന്തായിരുന്നു? റിസ്ക് ഫാക്ടർ എന്തായിരുന്നു വെച്ചാല്, അതായത് ഈ നമ്മൾ ഇതിലെ മിക്ക ക്യാരക്ടേഴ്സിന്റെ മീറ്റർ പഠിച്ചിരിക്കുന്നത് കുറച്ച് മുകളിലായിട്ടാണ്. സോ ഇൻക്ലൂഡിങ് വിജയ് ചേട്ടനായാലും ഇപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ഇപ്പൊ സൈജു ചേട്ടനായാലും എല്ലാവരും ഒക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആ മീറ്ററിൽ നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സിനിമകളിൽ അറിയാം, ഇവരെല്ലാവരും വേറൊരു മീറ്ററിൽ അഭിനയിച്ചിട്ടാണ് ആ സെറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമറിന്റെ മീറ്റർ കംപ്ലീറ്റ്ലി നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ അതിനൊരു കൺസിസ്റ്റൻസി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. എവിടെയെങ്കിലും കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ആക്ടറിനെയാണ് ബാധിക്കുക. ആൾക്കാർ പറയുന്നത് എന്താ ചെയ്യുന്നത് എന്നാ ചോദിക്കുക. സോ അത് കൺസിസ്റ്റന്റ്ലി എല്ലാ ആക്ടേഴ്സിനും നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന മീറ്റർ ത്രൂ ഔട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചു കൊടുക്കുക എന്നല്ലായിരുന്നു ആസ് എ ഡയറക്ടർ എന്റെ ചാലഞ്ച്. അതിന്റെ അഭിരാം ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സ്ലാങ്ങും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം അതിന്റെ കൂടെ തന്നെ. അപ്പം എനിക്കൊന്ന് സുരാജിന്റെ നോർമൽ മീറ്ററിൽ വെച്ചിട്ട് ഡൗണും ഇവരെല്ലാം വെച്ചിട്ട് ലൗഡും, പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളൊരു. എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് ഓരോ മീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെയിം മീറ്ററും അല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പോൾ സ്കെയിൽ ആണെങ്കിൽ സുരാജ് ഏട്ടൻ മേ ബി 1ഉം അഭിരാമേട്ടൻ 10ഉം സൈജു ഏട്ടൻ ഏകദേശം 8ന്റെ അടുത്തൊക്കെ വരും. സോ ആ സ്കെയിൽ വെച്ച് നമ്മൾ ഇത് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ആസ് എ ഡയറക്ടർ എനിക്ക് ഉണ്ടായിരുന്ന മെയിൻ ചാലഞ്ച്.